അതാണ് ഞാനും കേട്ടിട്ടുള്ളത്. അതായത് ഞങ്ങളതിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ഇപ്പോഴല്ല, മുമ്പ് തന്നെ. ആരാണോ ഇതിന് ഉത്തരവാദി അതിന് കൃത്യമായി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള SIT വെച്ച് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നൊന്നും. ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് 2. ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് 3. അതിലാരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല, ഗവൺമെൻറ് സ്വീകരിക്കില്ല എന്നുള്ളത് 4. ഈ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്. അന്നും അതെ, ഇന്നും അതെ, നാളെയോ തന്നെയാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ്. അങ്ങനെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ള നടന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? 1985 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. വിലമതിക്കാനാവാതെ ഗുരുവായൂരിൻ്റെ, അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയണോ, തിരുവാഭരണം നഷ്ടപ്പെട്ടു. വിലമതിക്കാനാവാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു അത്. അതിനാണ് തിരുവാഭരണം എന്ന് പറയുക. ആ തിരുവാഭരണം ഗുരുവായൂരപ്പൻ്റെത് പോയിട്ട് കിട്ടിയില്ല. എന്നിട്ട് 2 പേരിൽ കേസെടുത്തു. കാക്കാട് ദാമോദരൻ നമ്പൂതിരി, മകൻ ദേവദാസ് നമ്പൂതിരി. ഒരു ഏഷ്യാനെറ്റാണ് അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 1993 ഇതിനെല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം കളവായിരുന്നു, ഈ അന്വേഷണം ശരിയായിരുന്നില്ല, ഈ പിടിച്ച ആളല്ല യഥാർത്ഥത്തിൽ സംഭവം നടത്തിയത് എന്ന കാര്യം പുറത്തുകൊണ്ട് വന്നു. ഹൈക്കോടതി പ്രത്യേക അന്വേഷണം നടത്തി. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് കൃഷ്ണനുണ്ണിയെ ചുമതലപ്പെടുത്തി. അവരാണ് ഞെട്ടിപ്പിക്കുന്ന കഥ പിന്നീട് പുറത്തുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എവിടെ പോയി തിരുവാഭരണം? അതിന് ഒരു തരി സ്വർണ്ണം തിരിച്ചു കിട്ടിയില്ലല്ലോ. അപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് പരിശോധിക്കണം. ഇവിടെ SIT കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. ഒരു തരി സ്വർണ്ണം ഒഴിയാതെ കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഉറച്ച വിശ്വാസം. അതിനാരായാലും അവരെ പേര് നടപടിയെടുക്കും, നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അത്രയും കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPIM. അതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. പാർട്ടി നടപടി നിങ്ങൾക്ക് തിരക്ക്. പാർട്ടി നടപടി ഗുണമാണ്ടത് ഈ പാർട്ടിയിൽ തീരുമാനിക്കുക. അയാൾ രാഹുൽ മാക്കൂട്ടത്തെ പോലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊന്നും പോയിട്ടില്ലല്ലോ. അയാൾ ജയിലിലല്ലേ ഉള്ളത്. ജയിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ എല്ലാം ശരിയായ നിലപാട് സ്വീകരിക്കും. അതിനൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട. പാർട്ടി ആയിരുന്നു, അതുകൊണ്ട് അതിന് കുഴപ്പം തന്നു നടപടി എടുക്കുമല്ലോ. പോരെ? ആവശ്യമായ എന്താ സംശയം? ആവശ്യമായ നടപടി സ്വീകരിക്കും. നിങ്ങൾക്ക് അതിൽ വെപ്രാളൊന്നുമില്ലല്ലോ. ഒരായുധമില്ല. UDFന് ആയുധം പറയാൻ വേണ്ടി ഇതുപോലെ ഒരു 9.5 കൊല്ലം ഭരണം നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ 9.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെൻറ്റിനെയോ പ്രതിക്കൂട്ടാനാക്കാൻ ഒരായുധവും ഇല്ലാതെ സ്വന്തം പ്രതിക്കൂട്ടിലായ ഇതുപോലൊരു പ്രതിപക്ഷം ഈ ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലുണ്ടോ? അല്ല, ഇത് കേൾക്ക്, ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉണ്ടോന്ന് എവിടെയെങ്കിലുണ്ടോ? ഉണ്ടോ? കേട്ടില്ലല്ലോ. അത് മതി. ഇനി ചോദിച്ചോ. ഇതുപോലെ വീട്ടിലായി പോയ ഒരു പ്രതിപക്ഷം വേറെ